ഔറംഗസേബിൻ്റെ മക്കളിൽ അടുത്ത ചക്രവർത്തിയാവാൻ ഏറെ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു മകനായ അക്ബർ എന്ന് പറയാം. 1657 സെപ്റ്റംബർ 11 അക്ബർ ജനിക്കുന്നത്. ജനിച്ച് അധികനാൾ കഴിയുന്നതിന് മുന്നേ തന്നെ അമ്മയായ ദിൽറാസ് ബാനു ബീഗം മരണപ്പെട്ടതുകൊണ്ട് തന്നെ അക്ബറിനെ അത്രമേൽ സ്നേഹത്തോടെയാണ് ഔറംഗസേബ് വളർത്തിയത് എന്ന് കാണാം. ഭരണതലങ്ങളിലും സൈനിക മേഖലയിലുമൊക്കെ മികച്ച പരിശീലനവും അക്ബർക്ക് നൽകുകയുണ്ടായി. മികച്ച കമാൻഡർമാർക്കൊപ്പം പല സൈനിക നടപടികളിലും നിയോഗിക്കപ്പെട്ടതിലൂടെ അക്ബർ മികച്ച യോദ്ധാവും നായകനുമൊക്കെയായി മാറുകയുണ്ടായി. ഔറംഗസേബ് ഓരോ വിജയങ്ങൾ നേടുമ്പോഴും അതിനൊപ്പം അക്ബറും ഉണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ 1679 കാലത്ത് രാജ്പൂത് മേഖലയിൽ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തിയതിലൂടെ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം ഇല്ലാതാവുകയും അതൊരു വലിയ യുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്തു. ഇതേ 1679 കാലത്താണ് ജസിയ നികുതിയൊക്കെ ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിൽ കൊണ്ടുവരുന്നത് എന്നും കാണാം. രാജ്പൂത് മേഖലയിലെ ജോധ്പൂർ രാജ്യത്ത് 1678 ഡിസംബർ 10 രാജാവായ ജസ്വന്ത് സിംഗ് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ യുദ്ധമുഖത്ത് നേരത്തെ മരിച്ചിരുന്നതിനാൽ അവകാശിയായി ഒരു മകൻ ആ രാജ്യത്ത് ആ സമയം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായ രീതിയിൽ ഒരു അധികാര കൈമാറ്റം അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായില്ല. അല്ലെങ്കിൽ ഔറംഗസേബ് അതിനുവേണ്ട നടപടികളൊന്നും തന്നെ എടുത്തില്ല എന്നും പറയാം. ഇത്തരത്തിൽ അടുത്ത രാജാവായി രാജകുടുംബത്തിൽ നിന്ന് ഒരാൾ വരാതെ കുറേ കാലം കടന്നു പോവുകയുണ്ടായി. ഈ സമയം ഔറംഗസേബ് ജോധ്പൂരിനെ തനിക്ക് കീഴിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പല മേഖലകളിലും മുസ്ലിം ഉദ്യോഗസ്ഥരെ നിയമിച്ചും ഈ മേഖലകളിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചും ജോധ്പൂരിനെ മുഗളരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിൽ ഔറംഗസേബ് നിലകൊണ്ടു. 1679 ജനുവരിയിൽ ചക്രവർത്തി നേരിട്ട് അജ്മീർ മേഖലകളിലേക്ക് എത്തുകയും കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്തു. രാജ്പൂത് മേഖലകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ, അതായത് മകനായ അക്ബർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി എതിർ സൈന്യങ്ങളെ തടയുന്നതെങ്ങനെയെന്നും മേഖലയിലെ സ്വാധീനം എങ്ങനെ ഉറപ്പാക്കും തുടങ്ങി വലിയ ചർച്ചകളുമൊക്കെ നടക്കുകയുണ്ടായി. എന്നാൽ 1679 ഫെബ്രുവരിയിൽ ഗർഭിണികളായിരുന്ന ജസ്വന്ത് സിംഗിൻ്റെ 2 ഭാര്യമാർ 2 മക്കൾക്ക് ജന്മം നൽകുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ജോധ്പൂരിന് അവകാശികൾ ജനിച്ചിരിക്കുന്നു എന്നത് തന്നെ. എന്നാൽ ഔറംഗസേബ് ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പകരം അദ്ദേഹം തൻ്റെ സൈനിക നീക്കങ്ങളിൽ ശ്രദ്ധയൂന്നി. ജോധ്പൂർ മേഖല മുഗളിൻ്റെ നിയന്ത്രണത്തിലേക്ക് ചേർത്തതിന് ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് ജസിയ നികുതിയൊക്കെ ഏർപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അതൊക്കെ പലയിടത്തും വലിയ എതിർപ്പുകൾക്കും കാരണമായി മാറി. 1679 ജൂണിൽ ജസ്വന്ത് സിംഗിൻ്റെ സൈനികർ ഡൽഹിയിലേക്ക് എത്തുകയുണ്ടായി. ആ സമയം 2 മക്കളിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത അവകാശിയായി അജിത് സിംഗ് വരണമെന്ന് ചക്രവർത്തിയെ അവർ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഔറംഗസേബ് വ്യത്യസ്തമായൊരു നയമാണ് ഇവിടെ പുറത്തെടുത്തത്. അജിത് സിംഗിനെ മുഗൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനും അവിടെ അവൻ വളരണമെന്നും പ്രായമായാൽ ജോധ്പൂരിൻ്റെ നായകനാക്കാം എന്നും ഔറംഗസേബ് പറയുകയുണ്ടായി. എന്നാൽ ഇതിൽ ചതികൾ ഉണ്ടെന്ന് തോന്നിയ രാജ്പൂത് സൈനിക മേഖല ഔറംഗസേബിൽ നിന്നും അജിത് സിംഗിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയ ഔറംഗസേബ് 2 റാണിമാരെയും അജിത് സിംഗിനെയും പിടിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ദുർഗാദാസിൻ്റെ നേതൃത്വത്തിൽ മുഗൾ പടയെ തോൽപ്പിച്ച് റാണിമാരെയും അജിത് സിംഗിനെയും രക്ഷിക്കുകയും ജോധ്പൂരിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. അതോടെ കോപം വർദ്ധിച്ച ഔറംഗസേബ് പാവഭരണാധികാരിയായ ഇന്ദ്രാ സിംഗിനെ താഴെയിറക്കി ജോധ്പൂരിനെ നേരിട്ട് മുഗളരുടെ കീഴിലേക്ക് കൊണ്ടുവരികയുണ്ടായി. രാജ്പൂത് സൈനിക മേഖലയുടെ എതിർസ്വരങ്ങൾ അടിച്ചമർത്താനായി ഔറംഗസേബ് വീണ്ടും ഒക്ടോബർ മാസം അജ്മീർ മേഖലകളിലേക്ക് എത്തുകയുണ്ടായി. ജോധ്പൂരിൻ്റെ സകല മേഖലകളിലും മുഗൾ സൈന്യം ആധിപത്യം നിലനിർത്തിയിരുന്നെങ്കിലും പലപ്പോഴും രാജ്പൂത് സൈനികർ പലയിടങ്ങളിലായി ഗറില്ല പോരാട്ടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ജോധ്പൂരിലൂടെ മറ്റ് രാജ്പൂത് മേഖലകളെയും മുഗളർ കീഴടക്കും എന്ന് തോന്നിയതിനെ തുടർന്ന് പല മേഖലകളിൽ നിന്നും സൈനിക സഹായങ്ങളും വന്നുകൊണ്ടിരുന്നു. അതിൽ നിർണായകമായത് മേവാറിൻ്റെ രാജാവായ രാജ് സിംഗ് ആയിരുന്നു. അതോടെ മുഗൾ പട മേവാർ മേഖലകളും ആക്രമിച്ചു. രാജ് സിംഗിന് മലനിരകളിലേക്ക് രക്ഷപ്പെടേണ്ടിയും വന്നു. പ്രശ്നങ്ങളെ തകർത്തു എന്ന് തോന്നിയ ഔറംഗസേബ് 1680 മാർച്ചിൽ തിരിച്ച് അജ്മീറിലേക്ക് പോവുകയുണ്ടായി. ഈ സമയം മേവാർ മേഖലയിലെ മുഗൾ നായകനായി മകനായ അക്ബറിനെയും അദ്ദേഹം നിയോഗിച്ചു. മേവാർ ജോധ്പൂർ മേഖലയിൽ ആധിപത്യം ഉറപ്പിച്ചു എന്ന ഔറംഗസേബിൻ്റെ ധാരണ എന്നാൽ സത്യത്തിൽ തെറ്റായി മാറി. മുഗൾ ഔട്ട്പോസ്റ്റുകൾക്ക് നേരെയും മുഗൾ സൈനിക ട്രൂപ്പിൻ്റെ യാത്രകൾക്കിടയിലും
നിരന്തരം രാജ്പൂത്തുകളുടെ ഗറില്ല യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. രാജകുമാരനായ അക്ബറിൻ്റെ നിയന്ത്രണത്തിലുള്ള മിക്ക സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. എന്തിനേറെ അക്ബറിൻ്റെ സൈനിക ക്യാമ്പ് വരെ ആക്രമിക്കപ്പെട്ടു. ഇതൊന്നും തടയാനോ തിരിച്ചടിക്കാനോ ഒന്നും അക്ബറിന് ആയതുമില്ല. മേവാറിൽ അക്ബറിന് കീഴിലുള്ള മുഗൾ പടയ്ക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ നേരിടേണ്ടതായി വന്നു. അക്ബറിൻ്റെ കാര്യപ്രാപ്തിയില്ലായ്മ മനസ്സിലാക്കിയ ഔറംഗസേബ് അക്ബറിനെ മേവാറിൻ്റെ ചുമതലകളിൽ നിന്ന് നീക്കി ജോധ്പൂരിനെ നിയന്ത്രിക്കാനുള്ള സ്ഥാനം നൽകുകയുണ്ടായി. എന്നാൽ അവിടെയും അക്ബർ ഒരു പരാജയമായി മാറി. അതോടെ ഔറംഗസേബിൻ്റെ ശകാര വർഷങ്ങൾക്കും അക്ബർ വിധേയനാവേണ്ടി വന്നു. ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷമുണ്ടായ സമയത്ത് രാജ്പൂത്ത് മേഖലകൾ ഒരു പുതിയ നയം പുറത്തെടുത്തു. തങ്ങൾക്കെതിരായി നിലനിൽക്കുന്ന ഔറംഗസേബിനെ തകർക്കാൻ അക്ബറിനെ ഒപ്പം കൂട്ടുക. രാജ്പൂത്ത് സഹായത്തോടെ ഔറംഗസേബിനെ താഴെയിറക്കി അക്ബറിനെ അധികാരത്തിലെത്തിക്കാം എന്ന തരത്തിൽ അക്ബറിനെ രാജ്പൂത്ത് മേഖലയിലേക്ക് കൊണ്ടുവരാൻ ജോധ്പൂരിലെ ദുർഗാദാസും മേവാറിൻ്റെ രാജ് സിംഗും നീക്കങ്ങൾ നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട രാജ്പൂത്ത് വിഭാഗങ്ങളുടെ പിന്തുണ ലഭിച്ച അക്ബർ ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ 1680 നവംബർ 1 മഹാരാജ് രാജ് സിംഗ് മരണപ്പെട്ടതിനെ തുടർന്ന് അതിവേഗമുള്ള ഒരു നീക്കമൊന്നും ഇവർക്ക് നടത്താനായില്ല. പുതിയ രാജാവായി ജയ്സിംഗ് ഒക്കെ വന്ന് മാസങ്ങൾ കഴിഞ്ഞ്, അതായത് 1681 ജനുവരിയോടെയാണ് അക്ബർ സ്വന്തം പിതാവിനെതിരെ തിരിയുന്ന നടപടികളൊക്കെ പരസ്യമായി ആരംഭിക്കുന്നത്. ജനുവരി 12 അക്ബർ സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും അജ്മീർ മേഖലയിലുള്ള ഔറംഗസേബിൻ്റെ ക്യാമ്പിന് നേർക്ക് രാജ്പൂത് സൈന്യങ്ങളുടെയും കൂടെ പിന്തുണയോടെ യുദ്ധത്തിനായി മാർച്ച് ആരംഭിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ അക്ബറിൻ്റെ നടപടിയിലും ഏറ്റിരിക്കുന്ന തിരിച്ചടിയിലും ഔറംഗസേബ് സത്യത്തിൽ ഞെട്ടിപ്പോവുകയുണ്ടായി. കാരണം എതിർ സൈന്യത്തിന് പെട്ടെന്ന് അജ്മീറിലേക്ക് എത്തിച്ചേരാനാവും. തൻ്റെ പല സൈന്യങ്ങളും പല മേഖലകളിലാണ്. അവരെത്തുമ്പോഴേക്ക് സമയമെടുക്കുകയും ചെയ്യും. അങ്ങനെ നോക്കിയാൽ രാജ്പൂത്ത് പിന്തുണയുള്ള അക്ബറുടെ സൈന്യം അതിവേഗത്തിലെത്തി ഒരു യുദ്ധം നടന്നാൽ ഔറംഗസേബ് പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അവസരം അക്ബർ ഉപയോഗപ്പെടുത്തിയതുമില്ല. പകരം പലയിടത്തും ആഘോഷങ്ങളൊക്കെയായി ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് അക്ബറിൻ്റെ പട മാർച്ച് ആരംഭിക്കുന്നത് തന്നെ. ഒടുവിൽ 1681 ജനുവരി 26 ഔറംഗസേബിനെ ആക്രമിക്കും എന്ന സ്ഥിതി വരികയാണ്. എന്നാൽ അതിവേഗതയിലുള്ള നീക്കത്തിന് പകരം പലയിടത്തും താമസം വന്നപ്പോൾ അത് ഔറംഗസേബ് ക്യാമ്പിന് ഗുണകരമായി മാറി. ജനുവരി 25 രാജകുമാരനായ മുഅസം ഔറംഗസേബിൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അതുപോലെ അക്ബറിൻ്റെ ക്യാമ്പിൽ തന്നെയുള്ള പല മുഗൾ സൈനികരും ഔറംഗസേബിൻ്റെ ക്യാമ്പിലേക്ക് രക്ഷപ്പെട്ടു വരികയുണ്ടായി. ഇതിനിടയിൽ ഔറംഗസേബ് 25 രാത്രിയിൽ ഒരു തന്ത്രം കൂടി പ്രയോഗിച്ചു. അക്ബറിൻ എന്ന പേരിൽ ഒരു കത്ത് തയ്യാറാക്കി ഔറംഗസേബ് രാജ്പൂത് ക്യാമ്പിലേക്ക് അയക്കുകയുണ്ടായി. അതിൽ അക്ബറിൻ്റെയും ഔറംഗസേബിൻ്റെയും തന്ത്രത്തിൻ്റെ ഫലമായി രാജ്പൂത് പടകളെ ഒരുമിച്ച് ലഭിച്ചതിൻ്റെയും നാളെ യുദ്ധത്തിൽ അവരെ മുന്നിൽ നിർത്തണമെന്നും രാജ്പൂത്തുകളെ പൂർണ്ണമായി തകർക്കാമെന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഔറംഗസേബ് അക്ബറിന് നൽകുന്ന രീതിയിലായിരുന്നു കത്തുണ്ടായിരുന്നത്. ഔറംഗസേബ് വിചാരിച്ചതുപോലെ തന്നെ കത്ത് ദുർഗാദാസിൻ്റെ കൈകളിലേക്കാണ് എത്തുന്നത്. നിജസ്ഥിതി അറിയാൻ അക്ബറിനടുത്തേക്ക് പോയ ദുർഗാദാസിനെ അക്ബർ ഉറക്കമായതിനാൽ അക്ബറിൻ്റെ പടയാളികൾ കടത്തിവിടുകയും ചെയ്തില്ല. അതോടെ രാജ്പൂത് മേഖലയിൽ ആശങ്ക പരക്കുകയാണ്. നേരം പുലരുന്നതിന് 1-2 മണിക്കൂറുകൾ മുന്നേ ക്യാമ്പുകളൊക്കെ വിജനമാക്കിക്കൊണ്ട് രാജ്പൂത് പട അവിടെ നിന്നും പിൻവാങ്ങുകയുണ്ടായി. രാവിലെ അക്ബറിന് കാണാനായത് തന്നോടൊപ്പം നിലനിൽക്കുന്ന ഒരു കൊച്ചു സൈന്യത്തെ മാത്രമാണ്. ലക്ഷ്യങ്ങളൊക്കെ തകർന്നടിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അക്ബർ ഔറംഗസേബിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാനായി രാജ്പൂത് മേഖലകളിലേക്ക് തന്നെ കുതിരകളിൽ മാർച്ച് ചെയ്തു. അപ്രകാരം അക്ബറിൻ്റെ മുന്നിലുണ്ടായിരുന്ന മികച്ചൊരവസരം അക്ബറിൻ്റെ തന്നെ കഴിവുകേടുകളെ തുടർന്ന് പരിപൂർണമായ പരാജയമായി മാറി എന്ന് പറയാം. കത്തൊക്കെ ഔറംഗസേബിൻ്റെ തന്ത്രമായിരുന്നു എന്ന് അധികം വൈകാതെ മനസ്സിലാക്കിയ ദുർഗാദാസ് ഉടനെ അക്ബറിനെ കണ്ടെത്തുകയും മുഗൾ സൈനികരുടെ പിന്തുടരിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്തു. മുഗളിനെതിരെയും സാക്ഷാൽ ഔറംഗസേബിനെതിരെയും തിരിഞ്ഞതുകൊണ്ട് ഏതു വിധേനയും അക്ബറിനെ മുഗൾ പട പിന്തുടരുകയും പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അക്ബറിനെ രക്ഷിക്കാൻ ദുർഗാദാസ് തന്നെ മുൻകൈയെടുത്ത് അവരുടെ ഒരു പടയോടൊപ്പം രാജ്പൂത് മേഖലകളും കന്ദേശുമൊക്കെ കടന്ന് സംഭാജിയുടെ സ്വരാജ്യ മേഖലകളിലേക്ക് രക്ഷപ്പെട്ട് എത്തുകയുണ്ടായി. അക്ബറും ദുർഗാദാസും ട്രയംബകേശ്വർ മേഖലകളിലേക്ക് എത്തുന്നത് 1681 മെയ് 11 അക്ബർ സംഭാജിക്ക് അയച്ച കത്തിൽ നിന്ന് മനസ്സിലാക്കാം. കത്തിൽ അക്ബർ സംഭാജിയുടെ സഹായം ആവശ്യപ്പെടുകയും തിരിച്ച് ഔറംഗസേബിനെതിരായ നീക്കങ്ങളിൽ എല്ലാവിധ പിന്തുണയും
സാമ്രാജ്യം പിടിച്ചെടുത്താൽ എല്ലാവിധ പദവികളും നൽകാമെന്നുമൊക്കെയുള്ള വാഗ്ദാനങ്ങളായിരുന്നു കൂടുതലായും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കത്തിന് സംഭാജി മറുപടി ഒന്നും നൽകുകയുണ്ടായില്ല. അതിന് കാരണങ്ങളും കണ്ടെത്താം. ഒന്ന്, സ്വരാജ്യയിലെ തന്നെ എതിർപ്പുകളെ ഒരു പരിധിവരെ ഇല്ലാതാക്കി വരുന്നതേയുള്ളൂ സംഭാജി. പ്രധാനപ്പെട്ട മറ്റൊന്ന്, അക്ബറിന് സഹായം നൽകുക എന്നാൽ ഔറംഗസേബുമായി പൂർണ്ണമായി തെറ്റുക എന്നതുകൂടിയാണ്. അത് യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കും. അക്ബർ പൊടുന്നനെ വന്ന് കയറിയ ഒരാളുമാണ്. അക്ബറിൻ്റെ ശേഷിയും പിന്തുണയും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഔറംഗസേബ് സ്വരാജ്യക്ക് നേരെ യുദ്ധം തുടങ്ങിയാൽ അത് പ്രതിരോധിക്കുക എളുപ്പവുമാവില്ല. ഇത്തരത്തിൽ പല കാരണങ്ങൾ നമുക്ക് ഇവിടെ കണ്ടെത്താവുന്നതാണ്. അതുപോലെ തന്നെ 1679, 1681 കാലത്ത് ഔറംഗസേബ് രാജ്പൂത് മേഖലകളുമായി നിരന്തര യുദ്ധം നടത്തുകയാണ്. അതിനു മുന്നേ, അതായത് രാജാ ജയ്സിങ്ങിൻ്റെയൊക്കെ കാലത്ത് രാജ്പുതുകൾ പൊതുവെ മുഗൾ അനുകൂല നിലപാട് ഉണ്ടായിരുന്നവരാണ്. മുഗളരുടെ വലം കൈയായിരുന്നു സത്യത്തിൽ രാജ്പുതുകൾ. ആ ശക്തിയെയാണ് ഔറംഗസേബ് ഇല്ലാതാക്കിയതും എതിരാളികളായി മാറ്റിയതും. സ്വാഭാവികമായും രാഷ്ട്രീയ ചിത്രത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇത്തരത്തിൽ പല സാഹചര്യങ്ങളെയും മനസ്സിലാക്കേണ്ടതുകൊണ്ട് തന്നെ ആദ്യമൊന്നും അക്ബറിൻ്റെ ആവശ്യങ്ങളോട് സംഭാജി പ്രതികരിക്കുകയേ ഉണ്ടായില്ല എന്ന് കാണാം. ഒടുവിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് അക്ബറിന് സംരക്ഷണം നൽകാം എന്ന തീരുമാനത്തിലേക്ക് സംഭാജി പതിയെ എത്തുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഔറംഗസേബുമായുള്ള യുദ്ധത്തിന് കൂടി തുടക്കമിടുകയാണ് എന്ന് പറയാം. അങ്ങനെ അക്ബറിനെ മറാത്ത സൈനികർ സ്വീകരിക്കുകയും കൊങ്കണിലെ പാളി മേഖലയിൽ താമസിപ്പിക്കുകയും ചെയ്തു. അക്ബറിനൊപ്പം ദുർഗാദാസും 400-ലധികം കുതിരപ്പടയുമൊക്കെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇവർക്കുള്ള ചെലവും മറാത്ത സാമ്രാജ്യം നൽകിയിരുന്നതായി കാണാം. ഒടുവിൽ 1681 ജൂണിലാണ് സംഭാജി അക്ബറിനായി ഒരു കത്തും സമ്മാനങ്ങളുമൊക്കെ അയക്കുന്നത്. പാളി കോട്ട മേഖലയ്ക്ക് താഴെ ഒരിടത്ത് മറാത്ത സൈനികർ നൽകിയ സുരക്ഷയിലാണ് അക്ബർ ജീവിച്ചിരുന്നത് എന്ന് കാണാം. സ്വരാജ്യയിൽ ഔദ്യോഗികമായി അഭയം ലഭിച്ചപ്പോഴും സംഭാജി ഉടനെ തന്നെ ഇവരെ വന്ന് കാണുകയോ അല്ലെങ്കിൽ ഇവർക്ക് കാണാനുള്ള അനുവാദമോ ഒന്നും നൽകുകയുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കിയാൽ ഈ മേഖലയിൽ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ സംഭാജി പഠിക്കുകയായിരുന്നു എന്നും പറയാം. രാജ്പൂത് മേഖല മുഗളരെ എതിർക്കുന്നത് കൊണ്ട് തന്നെ അവരത് തുടർന്നാൽ ഔറംഗസേബിന് ഡെക്കാനിലും അവിടെയും പോർമുഖം തുറക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഔറംഗസേബിന് ഡെക്കാനിലേക്ക് വരാനും സാധിക്കില്ല. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് മറാത്ത സാമ്രാജ്യത്തിന് അനുകൂലമാവും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഔറംഗസേബ് അതിവേഗം രാജ്പൂത് മേഖലകളുമായി സന്ധിയിലേർപ്പെടുകയും അതോടെ അദ്ദേഹത്തിന് ഡെക്കാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള വഴികൾ തുറക്കുകയും ചെയ്തു. അക്ബറിന് അഭയം നൽകിയതുകൊണ്ട് തന്നെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിലും ഉറപ്പായി. ഇതേസമയം സംഭാജിയെ പൻഹാലയിൽ വെച്ച് വധിക്കാനുള്ള ചില ഗൂഢശ്രമവും നടത്തപ്പെടുകയുണ്ടായി. സംഭാജിയെ എതിർത്തിരുന്ന മറാത്ത മേഖലയിലുള്ളവർ തന്നെയായിരുന്നു ഇതിനു പുറകിൽ. അതിൻ്റെ ഫലമായി അണ്ണാജി ദത്തോ, ബാലാജി ആവാജി പ്രഭു, സോമാജി ദത്തോ, ഹിരോജി ഫർജൻ തുടങ്ങി പല പ്രബലരെയും വധിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ എതിർക്കുന്ന പ്രബലരെയെല്ലാം ഇല്ലാതാക്കി മറാത്ത മേഖലയിലെ അതിശക്തനായ സംഭാജി അക്ബറിനെ കാണുകയുണ്ടായി. ഔറംഗസേബ് ഡെക്കാനിലേക്ക് വരും എന്നുറപ്പായതോടുകൂടി അക്ബറിനെ ഇനി പറഞ്ഞയച്ചാലും മുഗൾ ആക്രമണം നേരിടേണ്ടി വരുമെന്ന ബോധ്യമായിരുന്നു ഇതിനു പുറകിൽ. ഏതായാലും പറ്റുന്ന രീതിയിൽ ഡെക്കാനിലെത്തുന്ന ഔറംഗസേബിനെ തടയാനും എതിർക്കാനും തന്നെ സംഭാജി തീരുമാനിക്കുകയുണ്ടായി.